അലോഷ്യസ് സേവ്യർ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർക്കടക്കം പരിക്കുണ്ട്. KSUവിൻ്റെ സംസ്ഥാന ഭാരവാഹി ആൻ സെബാസ്റ്റ്യൻ അടക്കം പരിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ പോലീസ് വലിയ ആക്ഷൻ നടത്തി പ്രവർത്തകർക്ക് നേരെ പല പ്രവർത്തകരെയും വളഞ്ഞിട്ട് അലോഷ്യ അടക്കം മർദ്ദിക്കുന്നുണ്ടായിരുന്നു. ആൻ സെബാസ്റ്റ്യന് ജലപീരങ്കിയിലാണ് പരിക്ക്. ഇപ്പോൾ കേൾക്കുന്ന CITU ചുമട്ടുതൊഴിലാളി വിഷ്ണുവിൻ്റെ കണ്ണിന് പരിക്കുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. അതാണ് CITU ഒരു KSU സംഘർഷത്തിലെ കാര്യങ്ങളെത്തി. ഇപ്പോൾ പരിക്കേറ്റ KSU പ്രവർത്തകരെ ഓഫീസിലേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ആംബുലൻസിലടക്കം കൂടുതൽ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ജയശങ്കർ, അലോഷ്യക്കടക്കം മർദ്ദനത്തിൽ പരിക്കുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ആശ്മി, അലോഷ്യയ്ക്ക് ഉൾപ്പെടെ മർദ്ദനത്തിൽ പരിക്കുണ്ട്. KSUവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അരുൺ ഉൾപ്പെടെ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ 5ഓളം പ്രവർത്തകരെ ജനറൽ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിച്ചിരുന്നു. ഇവർ നിലവിൽ ഇവിടെ ചികിത്സയിലാണ്. ഇവരെ ഡോക്ടർമാരുൾപ്പെടെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസിൻ്റെ വലിയ മർദ്ദനത്തിൽ പ്രവർത്തകർക്ക് വലിയ പരിക്ക് പറ്റി. കഴിഞ്ഞ ദിവസം പോലീസ് സംയമനം പാലിച്ചെങ്കിൽ ഇന്ന് പോലീസ് പ്രവർത്തകരെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തു. പ്രവർത്തകരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തി. എന്തായാലും പ്രവർത്തകർ നിലവിൽ ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. ആശ്മി, അലോഷ്യസ് സേവ്യർക്കടക്കം പരിക്കുണ്ട് എന്ന് പറഞ്ഞാൽ അലോഷ്യസ് സേവ്യറിൻ്റെ കൈക്ക് പൊട്ടലുണ്ടോ എന്നുള്ള കാര്യം നേരത്തെ മാത്യു കുഴൽനാട് ഒരു സൂചനയെ പറഞ്ഞിരുന്നു. അതാണോ കൈ അങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. ഒരുപാട് പ്രവർത്തകർക്ക് പരിക്കുണ്ട്. തലയിലടക്കം പരിക്കുണ്ട്. ചെവിക്ക് പിന്നിൽ ലാത്ത് കൊണ്ട് പരിക്കേറ്റവരുണ്ട്. അത് ഇന്നലത്തെ പോലെ പോലീസ് സംയമനം പാലിക്കാത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൂടിയാണ്. ഇന്നലെ പോലീസ് പരമാവധി സംയമനം പാലിച്ചപ്പോൾ പ്രവർത്തകർക്ക് പരിക്ക് എങ്കിൽ കൂടിയും കുറേയധികം പ്രവർത്തകർക്ക് ഇന്നലെ പരിക്കേറ്റിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് പോലീസ് നന്നായി തന്നെ വലിയ തോതിൽ തന്നെ അവരുടെ ലാത്തിപ്രയോഗം നടത്തി. നിരവധി പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. ജലപീരങ്കി പലയാവർത്തി ഉണ്ടായി. അപ്പോൾ സംഘർഷഭരിതമായിരുന്നു ഇന്നത്തെ സമരം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ CITUവുമായി ഏറ്റുമുട്ടൽ ഉണ്ടായി എന്ന് പറയുന്നത്. CITU പ്രവർത്തകർ ഓഫീസിൽ കയറി മർദ്ദിച്ചു, അല്ലെങ്കിൽ ഷെഡിൽ കയറി മർദ്ദിച്ചു എന്നുള്ളത് നേരത്തെ ഒരു CITUവിൻ്റെ ഒരു ഭാരവാഹി പറഞ്ഞിരുന്നു. ഒരു CITU പ്രവർത്തകന് കണ്ണിലടക്കം പരിക്കുണ്ട്. വലിയ സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുന്നു. ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ വലിയ 4 മണിക്കൂറുകൾ നീണ്ട ഒരു തെരുവ് യുദ്ധം ഇന്നിപ്പോൾ KSUവിൻ്റെ സംഘർഷം, അതിൽ പോലീസ് ലാത്തിച്ചാർജ്, KPCCയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ മാർച്ച് വരും ദിവസങ്ങൾ വരാൻ പോകുന്നു. നേരത്തെ സമരം ഈ KPCC ഏറ്റെടുക്കുകയാണ് എന്ന രീതിയിലുള്ള പ്രതികരണം കണ്ടു. എന്ന് പറഞ്ഞാൽ വലിയ പ്രതികരണം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കാൻ പാർട്ടിയുടെ തീരുമാനം തന്നെയാണ്. തല്ലിയാൽ തിരിച്ചു തല്ലും എന്ന് പ്രതിപക്ഷ VD സതീശൻ ആവർത്തിച്ച് പറയുന്നതും കേട്ടു. ജീപ്പിനകത്തേക്ക് കയറ്റിയ, അല്ലെങ്കിൽ പോലീസ് വാനിനകത്തെ കസ്റ്റഡിയിലെടുത്ത് കയറ്റിയ പ്രവർത്തകരെ ജനാല വഴി പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ച ഇന്നലെയും കണ്ടു, ഇന്നും കണ്ടു. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റുമുട്ടൽ ഇന്നും തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ നവകേരള സദസ്സിൽ അവിടെ മുതൽ, കാസർഗോഡ് മുതൽ ഇപ്പോൾ വരെ തുടരുന്ന നവകേരള സദസ്സിൽ പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് മർദ്ദനത്തിൽ അവർക്ക് നടപടി ആവശ്യപ്പെട്ടായിരുന്നു KSUവിൻ്റെ മാർച്ച്. ഇന്നലെ അതിൽ പ്രതിഷേധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചും. അതിൽ പ്രതിഷേധിച്ച് തന്നെയാണ് KPCCയുടെ മാർച്ച്. പ്രതിപക്ഷം ഒരു സമരഭരിതമാകുന്ന ദിവസങ്ങൾ കേരളത്തിൽ കാണുക.